നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർക്കെതിരായ അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഡ്രൈവർ യദുവിന്റെ ഹർജി കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. KSRTC ഡ്രൈവർ തർക്കത്തിൽ KSRTC നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ട് ഉടൻ തന്നെ ഗതാഗത മന്ത്രിക്ക് കൈമാറും. കേസിൽ മേയറും MLA ഉൾപ്പെട്ട 5 പ്രതികളാണ് ഉള്ളത്. മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് FIR-ലുള്ളത്. പാളയം പബ്ലിക് റോഡിൽ സീബ്ര ലൈനിൽ കാർ കുറുക്കിയിട്ട് KSRTC ഡ്രൈവറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മെമ്മറി കാർഡ് മോഷണത്തിനും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ കോടതി മെയ് 7-ന് ഉത്തരവിട്ടിരുന്നു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ആണ് യദുവിന്റെ ഹർജി പരിഗണിച്ച് മേയർക്കെതിരെ കേസെടുക്കാൻ കന്റോൺമെന്റ് സർക്കിൾ ഇൻസ്പെക്ടറോട് ഉത്തരവിട്ടിരുന്നത്. വിഷയത്തിൽ സച്ചിൻ ദേവ് MLA-ക്കെതിരെ രേഖകൾ പുറത്തുവരികയും ചെയ്തു. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്നും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടതായും കണ്ടെത്തി. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവീസ് എന്തുകൊണ്ട് മുടങ്ങി എന്ന കാരണം KSRTC നൽകേണ്ടതുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റ് തയ്യാറാക്കിയത്. ഇതിലാണ് സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യും സംഘവും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു യദുവിന്റെ പരാതി. KSRTC-യുടെ സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും കാർ കുറുകെ ഇട്ടിട്ടില്ല എന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ സച്ചിൻ ദേവ് MLA മേയർ അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെതിരായ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. ഇപ്പോൾ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി എന്നതടക്കമുള്ള തെളിവുകളാണ് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിലുള്ളത്. ഇതിനിടെ മേയറും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്ക സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിക്കുകയും ചെയ്തു. KSRTC ഡ്രൈവർ യദു ലൈംഗികാംഗ്യം കാണിച്ചുവെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മ്യൂസിയം പോലീസ് അന്വേഷണ ഭാഗമായി സംഭവം പുനരാവിഷ്കരിച്ചത്. പട്ടം പ്ലാമൂട് മുതൽ PMG വരെയായിരുന്നു ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത്. മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകളും ലഭിച്ചുവെന്ന് പോലീസ് പറയുന്നു. ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒന്നിനു പിറകെ ഒന്നായി ഡ്രൈവർ യദുവിനെ കൊടുക്കാൻ തുറുപ്പുചീട്ടുകൾ ഒരുങ്ങുകയാണ്. മേയർക്ക് വേണ്ടി സഖാക്കൾ കൊലവിളി ഏറ്റെടുക്കുകയും ചെയ്തു. നിന്റെ മകനെ തീർക്കുമെന്ന് കുടുംബത്ത് ഇനി സമാധാനമുണ്ടാകില്ല എന്നാണ് CPM-കാർ യദുവിന്റെ കുടുംബത്തോട് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്നെ കള്ളക്കേസിൽ കൊടുക്കും, ജയിലിനകത്തിട്ട് തീർക്കും. ആ വാർത്തയായിരിക്കും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നതെന്നാണ് യദു പ്രതികരിച്ചിരിക്കുന്നത്. എന്റെ മകന് നേരെ ഉയർന്ന കൊലവിളി ഞാൻ സഹിക്കില്ല. എന്തു തന്നെ വന്നാലും നിയമത്തിന്റെ വഴി പോകും. ഏതറ്റം വരെയും ഞാൻ പോകും. 1 ഇഞ്ച് പിന്നോട്ടില്ല എന്നാണ് യദു വ്യക്തമാക്കുന്നത്. നിന്നെ തല്ലും കൊല്ലും വെട്ടും എന്നൊക്കെയാണ് ഭീഷണി. അതിനിപ്പോൾ ഒരുപടി കൂടി കടന്ന് കുടുംബത്തിന് നേരെയായിട്ടുണ്ട്. മകനെ കൊല്ലും, സമാധാനം കളയിക്കും എന്നൊക്കെയാണ് പറയുന്നത്. CPM സൈബർ വെട്ടിക്കിളി കൂട്ടം യദുവിനെ കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഭീഷണികൾക്ക് നടുവിലാണ് ഈ കുടുംബം. എന്നാലും പിന്നോട്ടില്ല എന്നാണ് കുടുംബം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആര്യ അവൾ അഹങ്കാരിയാണ്, അധികാരമുള്ളതിന് ഹുങ്കാണ്. അങ്ങനെ പേടിച്ച് ഒളിച്ചോടില്ല ഞങ്ങൾ, ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് യദുവിന്റെ അമ്മ മുൻപ് കൊടുത്ത മറുപടി. ഒരു സാധാരണ കുടുംബത്തോടാണ് മേയറും കുടുംബവും അവരുടെ സകല അധികാരം ഉപയോഗിച്ച് പകവീട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതി നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത്. ഈ കേസിലും യദുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. നേരിട്ട് കുറ്റപത്രം നൽകാനാണ് നീക്കം. 3 പരാതികളാണ് സംഭവത്തിലുള്ളത്. ഇതിൽ ബസ്സിലെ മെമ്മറി കാർഡ് കളവ് പോയതിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ബാക്കി 2 കേസിലും കുറ്റപത്രം കോടതിയിൽ നൽകും. ആരാണ് കുറ്റക്കാരൻ എന്നത് ഇതോടെ കോടതി നിശ്ചയിക്കുന്ന സ്ഥിതി വരും. ഇതിലൂടെ മറ്റ് വിവാദങ്ങൾ ഒഴിവാകുമെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.